ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ സമയം കിട്ടാത്തതിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം കാരണമാണ്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളാണ് നമ്മൾ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നും നമ്മൾ ഇംഗ്ലീഷിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ് തന്നെയാണ് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മളിതുപോലെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദ ഫ്രൈസൽ വെർബ് ലുക്ക് ഡൗൺ അപ്പോൺ മീൻസ്. ഇപ്പോൾ ലുക്ക് ഡൗൺ അപ്പോൺ എന്ന ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്. ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്, അതായത് അവജ്ഞയോടെ പെരുമാറുക അല്ലെങ്കിൽ പുച്ഛത്തോടെ പെരുമാറുക. അതാണ് ലുക്ക് ഡൗൺ അപ്പോൺ എന്ന ഫ്രൈസൽ വെർബിൻ്റെ മീനിങ്. ലുക്ക് ഡൗൺ അപ്പോൺ എന്ന ഫ്രൈസൽ വെർബിൻ്റെ മീനിങ് ട്രീറ്റ് വിത്ത് കണ്ടംപ്റ്റ്, അവജ്ഞയോടെ പെരുമാറുക അല്ലെങ്കിൽ പുച്ഛത്തോടെ പെരുമാറുക. അടുത്ത ചോദ്യം, എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ഡാഷ്. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ഡാഷ്. ഇപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻസ് കണ്ടല്ലോ, മെനി, സം, എ ലോട്ട്, നയൻ. ഇതിലേതാണ് ആൻസറായിട്ട് വരുന്നത്? എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് ഡാഷ്. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നയൻ ആണ് ആൻസർ. ഇതൊരു ഇതൊരു പ്രോവർബാണ്, പഴഞ്ചൊല്ലാണ് അല്ലേ. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. അപ്പോൾ ഇതൊരു പ്രോവർബാണ്. അപ്പോൾ നമുക്കതിൽ മാറ്റം വരുത്തിയൊന്നും എഴുതാൻ പാടില്ല, അത് അതുപോലെ തന്നെ എഴുതണം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു പ്രോവർബിൻ്റെ മീനിങ് എന്താണ്? പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് വരെ കാത്തിരിക്കുന്നതിന് പകരം അവ ഉയർന്നു വന്നാലുടൻ തന്നെ പരിഹരിക്കേണ്ടത് എത്ര നിർണായകമാണ് എന്നുള്ള കാര്യമാണ് ഈ ഒരു പ്രോവർബ് വഴി അവർ അർത്ഥമാക്കുന്നത് കേട്ടോ. ഇപ്പോൾ എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നയൻ എന്നതിൻ്റെ അർത്ഥം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് വരെ കാത്തിരിക്കുന്നതിന് പകരം അവ ഉയർന്നു വന്നാലുടൻ തന്നെ പരിഹരിക്കണം എന്നതാണ് ആ ഒരു പ്രോവർബിൻ്റെ മീനിങ്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള വേർഡ് ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ ബി, എൻമിറ്റി ആണ് ആൻസർ. ENMITY. ENMITY, എൻമിറ്റി. എൻമിറ്റി എന്നതിൻ്റെ അർത്ഥം എന്താണ്? വിരോധം അല്ലെങ്കിൽ ശത്രുത, വിദ്വേഷം എന്നൊക്കെ മീനിങ് ഉണ്ട് കേട്ടോ. എൻമിറ്റി എന്നതിൻ്റെ അർത്ഥം വിരോധം, ശത്രുത, വിദ്വേഷം എന്നൊക്കെ ഒരു മീനിങ് ആണ്. അടുത്ത ചോദ്യം, വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ. സിമ്പിൾ ചോദ്യമാണ്, ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ. എന്താണ് ആൻസർ? ക്ലോസിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ക്ലോസിംഗ്. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് വുഡ് യു മൈൻഡ് അതുപോലെ ഡു യു മൈൻഡിനൊക്കെ ശേഷം ING ഫോമില വെർബാണ് യൂസ് ചെയ്യുന്നത്. വുഡ് യു മൈൻഡ് ക്ലോസിംഗ് അല്ലേ. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ING ഫോമിലെ വെർബാണ്. ഇപ്പോൾ ഈ വുഡ് യു മൈൻഡ് അതുപോലെ ഡു യു മൈൻഡിനൊക്കെ ശേഷം ING ഫോമിലെ വെർബ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ വുഡ് യു മൈൻഡ് ക്ലോസിംഗ് ദ വിൻഡോ എന്നതാണ് ആൻസർ. അടുത്ത ചോദ്യം, ദ സിംഗുലർ ഫോം ഓഫ് ഡാറ്റ ഈസ്. ഇപ്പോൾ ഡാറ്റ എന്നതിൻ്റെ സിംഗുലർ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കണ്ടല്ലോ, ഡാറ്റ, ഡാറ്റം, ഡാറ്റാസ്, ഡാറ്റാസസ്. ഇതും പ്രീവിയസ് ഇയർ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ഡാറ്റ എന്നതിൻ്റെ സിംഗുലർ ഫോം. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡേറ്റമാണ് ആൻസർ. ഇപ്പോൾ ഡാറ്റ എന്നതിൻ്റെ സിംഗുലർ ഫോം ഡേറ്റമാണ്. ഡേറ്റം സിംഗുലർ ഫോമും അതുപോലെ ഡാറ്റ പ്ലൂറൽ ഫോമുമാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, ഡാറ്റ എന്നതിൻ്റെ സിംഗുലർ ഫോമാണ് ഡേറ്റം. അടുത്ത ചോദ്യം, ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡ് എന്നതിൻ്റെ ഫെമിനിൻ ജെൻഡർ. ഓപ്ഷൻസ് ലേഡി, ലാസ്, ലേസി, ലേസ്. ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ്. ലാഡ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ആൺകുട്ടിയാണല്ലേ, ആൺകുട്ടി. അപ്പോൾ അതിൻ്റെ ഫെമിനിൻ ജെൻഡർ പെൺകുട്ടി എന്നൊരു അർത്ഥം വരുന്ന
വേർഡ് ഏതാണ്? ലാസ് ആണല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ലാസ്. ഇപ്പോൾ ഫെമിനിൻ ജെൻഡർ ഓഫ് ലാഡ് ലാസ് ആണ്. ലാഡ് ആൺകുട്ടി, ലാസ് പെൺകുട്ടി. ഇപ്പം ലാഡ് മസ്കുലിൻ ജെൻഡറാണ്, അതിൻ്റെ അർത്ഥം ആൺകുട്ടി. അതുപോലെ ലാസ് ഫെമിനിൻ ജെൻഡറാണ്, അതിൻ്റെ അർത്ഥം പെൺകുട്ടി. അടുത്ത ചോദ്യം, മീനിങ് ഓഫ് ദ വേർഡ് എപ്പിലോഗ്. എപ്പിലോഗ് എന്ന വേർഡിൻ്റെ മീനിങ് ഓഫ് ദ വേർഡ് എപ്പിലോഗ് എന്താണ്? എപ്പിലോഗിൻ്റെ അർത്ഥം ഉപസംഹാരം അല്ലെങ്കിൽ സമാപ്തി വാക്യം, അവസാന വാക്ക് എന്നൊക്കെയാണ്. ഉപസംഹാരം അല്ലെങ്കിൽ സമാപ്തി വാക്യം, അവസാന വാക്ക്. അപ്പം അങ്ങനൊരു മീനിങ് വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്ലോസിങ് സെക്ഷൻ. ഇപ്പോൾ എപ്പിലോഗ് എന്ന വേർഡിൻ്റെ മീനിങ് ക്ലോസിങ് സെക്ഷനാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, ക്ലോസിങ് സെക്ഷൻ. അടുത്ത ചോദ്യം, എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. ആഡ് പ്രോപ്പർ ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണിത്. എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹാവിൻ്റെ ദേ ആണ് ആൻസർ. ഇപ്പോൾ പലരും ചോദിക്കും, ഈ ക്വസ്റ്റ്യനിൽ ഹാസ് അല്ലേ, എവരി അഡൾട്ട് ഹാസ് അല്ലേ ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത്, അപ്പോൾ ഹാസിൻ്റെ ദേ അല്ലേ എന്ന് പലരും ചോദിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹാസ് എന്താണ്, ഹാസിൻ്റെ ദേ എന്തുകൊണ്ടാണ് വരാത്തത്? ഹാസ് സിംഗുലറാണ്, ദേ പ്ലൂറലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ വരത്തില്ല. ഇപ്പോൾ ഹാസിൻ്റെ ദേ, ഹാസ് ദേ, അതുപോലെ ഈസ് ദേ, വാസ് ദേ, ഡസ് ദേ എന്നൊന്നും പറയില്ല. കാരണം ഇതൊക്കെ എന്താണ്, ദേ എന്ന് പറയുന്ന പ്ലൂറലും ബാക്കിയൊക്കെ സിംഗുലറുമാണ്. അപ്പോൾ അങ്ങനെ വരത്തില്ല. ഓക്കെ, അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ ഹാവ് വെച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിയേ, എവരി അഡൾട്ട് ഹാസ് ദ റൈറ്റ് ടു മാരി ഡാഷ്. അപ്പോൾ സെൻറ്റൻസ് എന്താണ്, പോസിറ്റീവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം അല്ലേ. സെൻറ്റൻസ് പോസിറ്റീവാണ്, അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് വരണം. ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് ഉള്ളത് ഓപ്ഷൻ എയും ബിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് സിയും ഡിയും ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ ഹാസിൻ്റെ ദേ അല്ലെങ്കിൽ ഹാവിൻ്റെ ദേ. പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, ഹാസ് ആണ്. അപ്പോൾ പലരും ഹാസ് വെച്ചിട്ട് ഹാസ് എന്ന ഓക്സിലറി വെർബ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ പലരും ഓപ്ഷൻ എ ഹാസിൻ്റെ ദേ എന്ന ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദേ പ്ലൂറലും ഹാസ് സിംഗുലറുമാണ്. അപ്പോൾ അങ്ങനെ വരത്തില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഹാസ് ദേ, അതുപോലെ വാസ് ദേ, ഡസ് ദേ, ഈസ് ദേ, അങ്ങനെയൊന്നും വരത്തില്ല. അപ്പം ഹാസ് വരുമ്പോൾ ഹാവ് ദേ ആണ് വരുന്നതെങ്കിൽ, പ്രോനൗൺ ദേ ആണ് വരുന്നതെങ്കിൽ ഈ ഹാസ് വരുമ്പോൾ ഹാസ് മാറ്റിയിട്ട് ഹാവ് വെച്ചിട്ട് എന്ത് ഉണ്ടാകണം, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാകണം. ഇപ്പോൾ ഈസ് ആണെങ്കിൽ ആർ ദേ എന്ന് വരും, ഈസ് മാറ്റിയിട്ട് ആർ എന്ന് വരും. ദേ പ്രോനൗണായിട്ട് വരുന്ന സന്ദർഭത്തിലെ കാര്യമാണ് പറയുന്നത്. ഇനി വാസ് ആണെങ്കിൽ വാസ് ദേ എന്ന് വരത്തില്ല, വേർ ദേ എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഡസ് ദേ വരത്തില്ല, ഡു ദേ എന്ന് വരും. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓപ്പോസിറ്റ് ഓഫ് അഫിനിറ്റി. അപ്പോൾ അഫിനിറ്റി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ്. അഫിനിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇഷ്ടം, പൊരുത്തം എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഇഷ്ടം, പൊരുത്തം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അഫിനിറ്റി എന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ്. അഫിനിറ്റി മീൻസ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി ആണ്, ഹാട്രഡ് ആണ് ആൻസർ. ഹാട്രഡ് മീൻസ് വെറുപ്പെന്നാണ്, വെറുപ്പ് കേട്ടോ. അപ്പോൾ അഫിനിറ്റി എന്നതിൻ്റെ അർത്ഥം ഇഷ്ടം, പൊരുത്തം എന്നൊക്കെ ഒരു മീനിങ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്ഷൻ സി, ഹാട്രഡ് ആണ് ആൻസർ. ഹാട്രഡിൻ്റെ മീനിങ് വെറുപ്പ്. അടുത്ത ചോദ്യം, ദ കളക്റ്റീവ് നൗൺ ഫോർ പോയംസ്. ഇപ്പോൾ പോയംസ് എന്നതിൻ്റെ കളക്റ്റീവ് നൗൺ, ഒരു കൂട്ടം പോയംസിന് എന്താണ് പറയുന്നത്? ആന്തോളജി ആണോ, ബൊക്കെ ആണോ, ക്ലസ്റ്റർ ആണോ, ഗാർലാൻഡ് ആണോ? ആന്തോളജി ആണല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ, ആന്തോളജി ആണ്. ആന്തോളജി ഓഫ് പോയംസ് എന്നാണ് നമ്മൾ പറയുന്നത്. പോയംസിൻ്റെ കളക്റ്റീവ് നൗണിനെ ആന്തോളജി എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ ബാക്കി നോക്കിയേ, ബൊക്കെ. ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കളക്റ്റീവ് നൗണാണ് ബൊക്കെ. അതുപോലെ ക്ലസ്റ്റർ,
സ്റ്റാർസിൻ്റെയൊക്കെ കളക്റ്റീവ് നൗണാണ് ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അതുപോലെ ഗാർലാൻഡ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ തന്നെ കളക്റ്റീവ് നൗണാണ് ഗാർലാൻഡ് കേട്ടോ. ഈ ബൊക്കയും അതുപോലെ ഗാർലാൻഡ് രണ്ടും ഫ്ലവേഴ്സിൻ്റെ കളക്റ്റീവ് നൗൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഈ ചോദ്യങ്ങളും ആൻസറും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ, നമ്മൾ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോസ് കണ്ടു നോക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.